ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ല, എന്നാൽ സമയം കിട്ടണില്ല. പിന്നെ 2 ദിവസമായിട്ട് പനീൻ്റെ ഇതിലായിരുന്നു. ഇന്നലെ ഞാനൊക്കെ നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ ബദലുള്ള ഗുളിക ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുടിച്ചതുകൊണ്ട് വേഗം മാറി. സൗണ്ടൊന്ന് ക്ലിയർ ആവാണ്ട്. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. പിന്നെ ഞാനിന്ന് ഗുരുവായൂർ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, ലീവില്ല. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസം പോകണം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാട്ടോ ശ്രീലക്ഷ്മിയാണ്. ഓള് രാവിലെ കുടിക്കണ ഒരു പാനീയം, മഞ്ഞൾ വെള്ളത്തിൻ്റെ പോലത്തെ അത് ഓളും തുടങ്ങിയിട്ടോ. അത് രാവിലെ കുടിക്കും. അപ്പം അത് കുടിച്ചിട്ട് വേണം അമ്മമ്മേൻ്റെ പുരാണ കഥ. അമ്മമ്മ സ്വപ്നം കണ്ട കാര്യം പറയാം. അമ്മ പണ്ട് പണിക്ക് പോയെന്ന് ചകിരിമില്ലിക്ക്. അതിൻ്റെ അടുത്തുള്ളവരൊക്കെ കാര്യം, എല്ലാവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എല്ലാ വീട്ടിൽ കൂടിയും സന്ദർശിച്ചു, എല്ലാവരെയും കണ്ടു. മരിച്ചു പോയ ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരെ കാര്യങ്ങളും പറയാട്ടോ. നമ്മൾ പൊതുവെ മരിച്ചു പോയ ആൾക്കാരെ പൊതുവെ പറയാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ അവരുള്ളപ്പോൾ ഉണ്ടായ ഓരോരോ നല്ല അനുഭവങ്ങളും തമാശ രൂപത്തിലായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കണം അമ്മ. അപ്പോൾ ചകിരിമില്ലിൽ പണിയെടുത്തുന്ന സമയത്ത് അവിടെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അവരങ്ങനെയായിരുന്നു, അങ്ങനെ കുറേ കാലം പണിയെടുത്തു, ആ കാക്കണ്ടേന്നു, ഈ കാക്കണ്ടേന്നു, ആ താത്തണ്ടേന്നു, ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളും വിവരിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ കൂടെ പണിയെടുത്ത ആൾക്കാരാകുമ്പോൾ നമ്മളൊരു കൂടപ്പറപ്പിൻ്റെ പോലെ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ ആണ്. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ അപ്പോൾ ഞാനിന്ന് രാവിലെ ആദ്യം ഉണ്ടാക്കിയതാട്ടോ. എന്താ ചുക്കുവെള്ളം, പിന്നെതാ കട്ടൻ ചായ, കണ്ടോ കട്ടൻ ചായ, പിന്നെതാ സൂചിക്കോതമ്പം കാണുന്നുണ്ടോ എനിക്കറിയില്ല, കണ്ടോ ബെൻസീറവ ഉപ്പുമാവ്, ഇന്ന് തിരുവാതിര അല്ലേ. പിന്നെതാ കൂവ വരകിയത്, കണ്ടോ കണ്ടോ കൂവ വരകിയത്. ഇനി എൻ്റെ പുറത്ത് പപ്പടം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ പപ്പടം കാച്ചിയത്. ഇത്രയൊക്കെയാണ് ഇന്ന് രാവിലത്തെ പരിപാടികൾ. ഇതല്ല നേരം വരാന്ന് വെളുത്ത് ഇങ്ങനെ വരുന്നതുള്ളൂ. തുണികളൊക്കെ ഇങ്ങനെ എന്താ തുണികൾ തോരിട്ടതാണ്. ഞങ്ങളവിടുത്തെ റബ്ബർ കാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീടിൻ്റെ ചുറ്റുപാട്. കണ്ടോ പൂജകൾ കാട്ടിയിട്ട പരാക്രമമാണിത്. ഞങ്ങൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുക. താങ്ക് യു.